കൊച്ചിയിൽ സ്പായുടെ മറവിൽ നടന്ന അനാശാസ്യത്തിന് പൂട്ടിട്ട് പോലീസ്. 24 വാർത്തയെ തുടർന്നാണ് നടപടിയെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടാ വിമലാദിത്യ പറഞ്ഞു. 24 ഇമ്പാക്ട്. അപ്പോൾ ഈ കേസ് നമ്മൾ എടുത്തത് തന്നെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു എൻക്വയറി നടത്തിയിട്ട് ശേഷമാണ് നമ്മൾ എടുത്തത്. നേരത്തെ ഇങ്ങനെ ഒരു നടക്കുന്നുണ്ട് എന്ന ഒരു ഇൻഫർമേഷൻ ഉണ്ട്. അപ്പോൾ അതിന് ശേഷം ഒരു 24/7 ചാനലിൽ യൂട്യൂബിലെ ഒരു വാർത്ത വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എൻക്വയറി നടത്തിയിട്ടുണ്ട്. ആ എൻക്വയറിയുടെ ബേസിസിലാണ് നമ്മൾ ഈ കുറേ കാര്യങ്ങൾ പുറത്തേക്ക് വന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്നലെ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും മറ്റ് സ്ഥാപനം റെയ്ഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. അമൽ, പോലീസിന്റെ കടുത്ത നടപടി ഈ വിഷയത്തിൽ ഉണ്ടാവുന്നു. നഗരമധ്യത്തിൽ തന്നെ പ്രവർത്തിച്ച് ഈ സ്പായുടെ മറവിൽ ഇങ്ങനെ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തുക, ഇന്നലെ വളരെ വിശദമായ പരിശോധനയിലേക്കൊക്കെ പോലീസ് കടന്നിട്ടുണ്ടായിരുന്നു. തുടർ നടപടി എങ്ങനെയാണ് ആലോചിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് പിടിയിലായവർ ഇനി പോലീസ് സ്വീകരിക്കാൻ പോകുന്ന നടപടികൾ അമൽ? റീജിത്ത്, നമുക്കറിയാവുന്നതാണ്, ആഴ്ചകൾക്ക് മുൻപാണ് 24 വാർത്താ സംഘം ഇവിടെ ഈ സ്പാകളിൽ, അതായത് ആയുർവേദിക് സ്പായുടെ മറവിൽ നടക്കുന്ന അനാശാസ്യ കേന്ദ്രങ്ങളിൽ ഒളിക്യാമറ ഓപ്പറേഷൻ നടത്തിയത്. അതിന്റെ ഭാഗമായി നമുക്ക് ലഭിച്ച വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പല പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയുണ്ടായി. അന്നെല്ലാം ഇവർ നടപടിയെടുക്കുന്നതിന് ഒരു പ്രതിസന്ധിയായിട്ട് പറഞ്ഞത് ഇത്തരം സ്പാകളെല്ലാം നിലനിൽക്കുന്നത് ലൈസൻസോട് കൂടിയാണ്, അല്ലെങ്കിൽ വ്യാജമായി സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന പലതരത്തിലുള്ള ലൈസൻസും സർട്ടിഫിക്കറ്റും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം സ്ഥാപനങ്ങൾ എല്ലാം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ അനാശാസ്യ പ്രവർത്തനം നടക്കുന്നു എന്ന് സ്ഥാപിച്ചെടുക്കുക കുറച്ച് പ്രയാസമുള്ള കാര്യമായിരുന്നു. അല്ലെങ്കിൽ ഈ സ്ഥാപനങ്ങളിലെല്ലാം പ്രവർത്തിക്കുന്ന ഇരകൾ തന്നെ പുറത്തു വരണം, അല്ലെങ്കിൽ ബാധിക്കപ്പെട്ട ആളുകൾ പുറത്തു വന്ന് പറയണം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് നടപടിയെടുക്കുക എന്നാണ് പല ഉദ്യോഗസ്ഥരും നമ്മളോട് ചോദിക്കുന്നത്. എന്തായാലും പോലീസിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു നമ്മുടെ അന്നത്തെ സ്റ്റോറി. അതിനുശേഷം ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഊർജിതമായിട്ടുള്ള ഒരു നടപടി ഉണ്ടായത് തീർത്തും പ്രശംസനീയമാണെന്ന് പറയാതിരിക്കുവാൻ കഴിയുക. നമുക്കറിയാവുന്നതാണ്, അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കോളേജ് വിദ്യാർത്ഥികളായിട്ടുള്ളവരും വീട്ടമ്മമാരായിട്ടുള്ളവരും ഒക്കെയാണ് ഈ സെക്സ് റാക്കറ്റുകളുടെ, മാഫിയ റാക്കറ്റുകളുടെ പിടിയിൽ പെട്ടിരിക്കുന്നത്. ഇവരെ രക്ഷിക്കുക എന്നത് ഒരു സമൂഹത്തിന്റെ കൂട്ടായ ഉത്തരവാദിത്വം കൂടിയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ എടുത്തു കാണേണ്ട മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുന്നത് ബിനാമികളാണ്. ഇത്തരത്തിലുള്ള ഒരു ബിനാമികളുടെ പിടിയിലാണ് ഇത്തരം സ്ഥാപനങ്ങൾ മറ്റും നടത്തുന്നത്. അതിന്റെ ഭാഗമായി തന്നെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ഉണ്ടാവുകയുണ്ടായി. പോലീസ് ഉദ്യോഗസ്ഥരെ തന്നെയാണ് അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ പിടിയിലായിട്ടുള്ള മോക്ഷ എന്ന് പറയുന്ന സ്പായുടെ നടത്തിപ്പുകാരനായിട്ടുള്ള, അല്ലെങ്കിൽ അതിന്റെ ഉടമയെന്ന് തന്നെ പറയാവുന്ന പ്രവീൺ, ചങ്ങനാശ്ശേരിയായ പ്രവീണാണ് പിടിയിലായിട്ടുള്ളത്. ഈ പ്രവീൺ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. തുടർ നടപടികൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് പോലീസ്. തുടർന്നും കൊച്ചി നഗരത്തിൽ തുടർന്നും അന്വേഷണം നടക്കുമെന്നാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമുക്കറിയാൻ സാധിച്ചത്. കൂടുതൽ ഊർജിതമായിട്ടുള്ള റെയ്ഡുകൾ നടക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ. അമൽ സുരേന്ദ്രൻ വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്.